മുഖ്യമന്ത്രി അതിൽ ഒരു ശരികേടുണ്ട്. സ്വകാര്യ ആവശ്യത്തിന് സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ അതിനെ എതിർത്ത ആളാണ് താങ്കൾ. ദൂർത്താണ് നടത്തുന്നത്, എന്തിനാണ് കേരളത്തിന് ഒരു ഹെലികോപ്റ്റർ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഭരണം മാറുമ്പോൾ കാറിന് പോലെ ഹെലികോപ്റ്റർ എടുക്കും. ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. ധനപ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് ധൂർത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഭരണത്തിലേറുമ്പോൾ നേരത്തെയുള്ള നിലപാട് മാറ്റണം എന്ന് എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? നിലപാടുകൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കേണ്ടതല്ലേ? അധികാര സ്ഥാനത്തെത്തുമ്പോൾ മറന്നു പോകേണ്ടതാണോ? ഒരു സ്വകാര്യ ആവശ്യം ബന്ധുവിനെ ഉടനടി കാണേണ്ട ഒരു അവസ്ഥ വരുന്നു. പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കയറി കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, കനത്ത മഴയാണ്. ഹെലികോപ്റ്റർ തിരികെ തിരുവനന്തപുരത്ത് പോകുന്നു. വീണ്ടും പിന്നീട് ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടി തിരികെ കൊച്ചിയിലെത്തുന്നു. ഉപയോഗിച്ചത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഹെലികോപ്റ്റർ. പോലീസ് വകുപ്പാണ് അതിൻ്റെ പണം നൽകുന്നത്. ഞാനോ അതല്ലെങ്കിൽ ഈ കേരളത്തിലെ മറ്റേതൊരു മനുഷ്യനോ പെട്ടെന്നുള്ള ഒരാവശ്യത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോവാൻ എത്ര രൂപ ചെലവാക്കണം ഹെലികോപ്റ്ററിന് വേണ്ടി? താങ്കൾ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിലെ മുഴുവൻ ആളുകളും നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ചുള്ള ഹെലികോപ്റ്റർ താങ്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അധികാര സ്ഥാനത്തെത്തി എന്നതുകൊണ്ട്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം ഇவ்விധം ഉപയോഗിക്കാനുള്ള അവകാശം ആരും താങ്കൾക്ക് നൽകുന്നില്ല. കഴിഞ്ഞ കാലത്ത് പറഞ്ഞതൊക്കെ വീണ്ടും ഒന്ന് ഓർത്തു നോക്കി ശരിയിലൂടെ തന്നെ നടക്കണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്.